നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ആദ്യ സിനിമ കഴിഞ്ഞ് 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളായ യുവതാരനിരയുടെ പ്രഥമ സ്ഥാനത്താണ് ദുൽഖർ സൽമാന്റെ സ്ഥാനം. പുതിയ തലമുറയിലെ അപൂർവം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നടന്മാരിൽ ഒരാളായിട്ടാണ് ദുൽഖറിനെ കരുതുന്നത്. കമ്മട്ടിപ്പാടത്തിലെ കൃഷ്ണന് ഗംഗയെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് വിനായകൻ ചേട്ടനും മണികണ്ഠൻ ചേട്ടനുമാണെന്ന് ദുൽഖർ സൽമാൻ പറയുന്നു. കാരണം കമ്മട്ടിപ്പാടത്തിന്റെ കഥയോ പശ്ചാത്തലമോ എനിക്ക് ഒട്ടും പരിചിതമായിരുന്നില്ല. എല്ലാം എന്താണ് ഏതാണെന്നൊക്കെ കാണിച്ചു തന്നത് അവരാണ്. അവരുടെ സംസാരത്തിലൂടെയാണ് ഞാൻ ആ സിനിമയെ അടുത്തറിഞ്ഞത്. ആ സിനിമ ഒരു പ്രത്യേക രീതിയിലാണ് ചിത്രീകരിച്ചതുപോലും. ശരിക്കും കൊച്ചിയുടെ ചരിത്രം പറഞ്ഞ സിനിമ കൂടിയാണ് കമ്മട്ടിപ്പാടമെന്നും ദുൽഖർ സൽമാൻ പറയുന്നു. വിനായകന്റെ അവാർഡ് നേട്ടത്തെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട് ഡിക്യോന്. എനിക്ക് കിട്ടിയ പോലെ തന്നെയായിരുന്നു ആ അവാർഡെന്നാണ് ദുൽഖർ സൽമാൻ പറയുന്നത്. അത്ര സന്തോഷമായിരുന്നു എനിക്ക് അവാർഡ് കിട്ടാത്തതിൽ വിഷമമുണ്ടോ എന്ന് ആരൊക്കെയോ ചോദിച്ചു. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഓരോ സിനിമയിലും നമ്മൾ പലർക്കൊപ്പം വർക്ക് ചെയ്യും, പോകും. പക്ഷെ ആ സിനിമയിലുണ്ടായ ഒരു കൂട്ടുകെട്ട് ഒന്ന് വേറെ തന്നെയാണ്. അതിൽ ഉൾപ്പെട്ട എല്ലാവരും 150% ആ സിനിമയ്ക്കായി പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് അവാർഡ് കിട്ടിയാലും എനിക്ക് കിട്ടിയ അത്രയും തന്നെ സന്തോഷമാണ്. എന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് കമ്മട്ടിപ്പാടം, ദുൽഖർ സൽമാൻ പറയുന്നു. സ്വന്തം പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയതിൽ അഭിമാനമുണ്ടെന്നും സന്തോഷമുണ്ടെന്നും DQ പറയുന്നു. മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് എല്ലായിടത്തു നിന്നും ഒരുപാട് സ്നേഹം ലഭിച്ചിട്ടുണ്ട്. അതുപോകാതെ കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം. സിനിമകളിലൂടെയും വ്യക്തി ജീവിതത്തിലൂടെയും ഒക്കെ അത് നിലനിർത്തണമെന്നാണ് ആഗ്രഹമെന്നും ആരാധകരുടെ പ്രിയപ്പെട്ട കുഞ്ഞിക്ക പറഞ്ഞു വെക്കുന്നു. മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദുൽഖറിന്റെ പരാമർശങ്ങൾ. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം.